ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഭൂപ്രദേശങ്ങളിലൊന്നാണ് കശ്മീർ. ഒരിക്കലെങ്കിലും നമ്മുടെ കുടുംബത്തോടൊപ്പം കശ്മീരിലേക്ക് ഒരു യാത്ര പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും. ഈ ജമ്മു ആൻഡ് കാശ്മീരിലെ അനന്തനാഗിൽ പഹൽഗാം എന്ന് പറയുന്ന വില്ലേജിനോട് ചേർന്നാണ് ബൈസരാൻ വാലി ഉള്ളത്. ലോകത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ താഴ്വരകളിലൊന്നാണ് ബൈസരാൻ. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിലെ മിനി സ്വിറ്റ്സർലൻഡ് എന്ന് ബൈസരാൻ അറിയപ്പെടുന്നത്. ഇക്കഴിഞ്ഞ ഏപ്രിൽ 22-ന് നമ്മളെപ്പോലെ കുറേ സാധാരണ ജനങ്ങൾ, അതായത് കുറച്ചായിട്ട് കാശ് ചേർത്ത് വെച്ച് കുടുംബത്തിനോടൊപ്പം ഒരു യാത്ര പോയ കുറേ സാധാരണക്കാരാണ് ഈ ബൈസരാൻ താഴ്വരയിൽ പഹൽഗാമിൽ കൂട്ടക്കൊല ചെയ്യപ്പെട്ടത്. പാകിസ്ഥാൻ ആസ്ഥാനമാക്കിയിട്ടുള്ള തീവ്രവാദ സംഘടനയായിട്ടുള്ള ലഷ്കർ ഇ തയ്ബ, അവരുടെ ശാഖയായിട്ടുള്ള ദ റെസിസ്റ്റന്റ് ഫ്രണ്ടാണ് ഈ ഒരു കൂട്ടക്കൊലയുടെ ഉത്തരവാദിത്വം ആദ്യം ഏറ്റെടുത്തത്. പിന്നീട് അവരുടെ വാദം പിൻവലിച്ചു. എങ്കിലും പാകിസ്ഥാൻ വളർത്തിയെടുത്ത തീവ്രവാദ സംഘടനകളുമാണ് ഈ കൂട്ടക്കൊലയ്ക്ക് പിന്നിൽ എന്നുള്ളത് വളരെ പരസ്യമായിട്ടുള്ള ഒരു രഹസ്യമാണ്. ജമ്മു ആൻഡ് കാശ്മീരിന്റെ ചരിത്രം പരിശോധിച്ചാൽ ഒരു കാര്യം മനസ്സിലാകും. ഈ പ്രശ്നങ്ങൾ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. 1947 അതായത് ഇന്ത്യ വിഭജനം നടന്ന് പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ടായ ആ കാലഘട്ടം മുതൽ ജമ്മു ആൻഡ് കാശ്മീർ കലാപകലുഷിതമാണ്. ഇതിന് പിറകിൽ പാകിസ്ഥാനാണ്. എന്നാൽ 1980കളുടെ അവസാനം അല്ലെങ്കിൽ 1990കളുടെ തുടക്കമാണ് സായുധ തീവ്രവാദ സംഘടനകൾ ജമ്മു ആൻഡ് കാശ്മീരിൽ നിലയുറപ്പിക്കുന്നത്. ആയുധം കൊടുത്തും ട്രെയിനിങ് കൊടുത്തും ഇവർ ആദ്യ കാലഘട്ടത്തിൽ വളർത്തിക്കൊണ്ടുവന്നതും ഇപ്പോഴും വളർത്തിക്കൊണ്ടിരിക്കുന്നതും പാകിസ്ഥാൻ ഗവൺമെന്റും ISIയും ആണെന്നുള്ളതും വളരെ വ്യക്തമാണ്. ഈ തീവ്രവാദ സംഘടനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 1980കളിൽ ഫോം ചെയ്ത ഹാഫിസ് സയ്യിദ് എന്ന് പറയുന്ന തീവ്രവാദി നേതൃത്വം നൽകുന്ന ലഷ്കർ ഇ തയ്ബയാണ്. 2000 ഡൽഹി റെഡ് ഫോർട്ടിൽ നടന്ന ഭീകരാക്രമണം, 2001 ഇന്ത്യൻ പാർലമെന്ററി ആക്രമണം, 2008 നമ്മളെല്ലാം നടുങ്ങിപ്പോയ മുംബൈ ഭീകരാക്രമണം തുടങ്ങി ഇന്ത്യയിലെ ഒട്ടുമിക്ക ഭീകരാക്രമണങ്ങൾക്കും ചുക്കാൻ പിടിക്കുന്നത് ഹാഫിസ് സയ്യിദും ലഷ്കർ ഇ തയ്ബയും അതിനോട് ചേർന്ന് പാകിസ്ഥാൻ ഗവൺമെന്റുമാണ്. അതുകൊണ്ട് തന്നെ പഹൽഗാമിൽ ഈ കൂട്ടക്കൊലയ്ക്ക് പിന്നിലും ഇവരുടെ പങ്ക് നമുക്ക് തള്ളിക്കളയാനാകില്ല. അപ്പോൾ എന്തിനാണ് പഹൽഗാമിൽ ഒരു കൂട്ടം സാധാരണക്കാരെ ഇവർ കൊന്നൊടുക്കിയത്? എന്താണ് ഇവർ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം വളരെ ലളിതമാണ്. ഇവരുടെ തന്നെ വളർച്ചയാണ് ഈ തീവ്രവാദ ആക്രമണങ്ങളിലൂടെ ഹാഫിസ് സയ്യിദ് അല്ലെങ്കിൽ ലഷ്കർ ഇ തയ്ബ ഉദ്ദേശിക്കുന്നത്. തീവ്രവാദ ആക്രമണം നടത്തുക, ഇന്ത്യയിൽ വർഗീയ ധ്രുവീകരണം നടത്തുക, അതുവഴി പല സ്ഥലങ്ങളിലും വർഗീയ കലാപങ്ങൾ നടത്തുക, ഇന്ത്യയുടെ വളർച്ചയെ തടയുക, ഇതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. നമുക്ക് ജമ്മു ആൻഡ് കാശ്മീരിലേക്ക് വരാം. ജമ്മു ആൻഡ് കാശ്മീരിന്റെ എക്കണോമിയെ പിടിച്ചു നിർത്തുന്നത് ടൂറിസം സെക്ടറാണ്. തുടർച്ചയായ തീവ്രവാദാക്രമണങ്ങൾ നടന്നു കഴിഞ്ഞാൽ ആ ടൂറിസം സെക്ടർ ഇല്ലാതെയാകും, ടൂറിസം സെക്ടർ തകരും, ജമ്മു ആൻഡ് കാശ്മീർ എക്കണോമി തകരും, ജമ്മു ആൻഡ് കാശ്മീരിലെ കശ്മീരികൾക്ക് തൊഴിൽ നഷ്ടപ്പെടും. അങ്ങനെ തൊഴിൽ നഷ്ടപ്പെട്ട് ദാരിദ്ര്യത്തിലേക്ക് പോകുന്ന കശ്മീരികളെ ഇവർക്ക് റിക്രൂട്ട് ചെയ്യാം, ഇവരുടെ ക്യാമ്പുകളിലേക്ക് റിക്രൂട്ട് ചെയ്യാം, വീണ്ടും ഭീകരാക്രമണം നടത്താം. അതായത് ഈ ആക്രമണങ്ങളിലൂടെ ഇവർ ഉദ്ദേശിക്കുന്നത് ഇവരുടെ മാത്രം വളർച്ചയാണ്. പഹൽഗാമിലെ ഈ കൂട്ടക്കൊലയ്ക്ക് ശേഷം ഇന്ത്യ പാകിസ്ഥാനെതിരെ ഒരുപാട് നടപടികൾ സ്വീകരിച്ചു. അതിലേറ്റവും ശ്രദ്ധേയമായത് 1960 ഇൻഡസ് വാട്ടർ ട്രീറ്റി അഥവാ സിന്ധു നദീജല കരാർ റദ്ദാക്കുക എന്നതായിരുന്നു. പാകിസ്ഥാനും തിരിച്ച് പല നടപടികൾ സ്വീകരിച്ചു. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് 1972 സിംല കരാർ റദ്ദാക്കുക എന്നതായിരുന്നു. അപ്പോൾ നമുക്ക് ഈ രണ്ട് കരാറുകൾ എന്താണെന്ന് പഠിക്കാം. ആദ്യം നമുക്ക് 1960 ഇൻഡസ് വാട്ടർ ട്രീറ്റിയെ പറ്റി വിശദമായിട്ട് കാണാം. ടിബറ്റിൽ തുടങ്ങി കശ്മീർ വഴി പാകിസ്ഥാനിലൂടെ അറബിക്കടലിലേക്ക് പതിക്കുന്ന ഒരു നദിയാണ് സിന്ധു. പാകിസ്ഥാന്റെ ജീവരേഖയാണ് സിന്ധു നദിയും സിന്ധുവിന്റെ പോഷക നദികളായിട്ടുള്ള ഝലം, ചെനാബ്, രവി, ബിയാസ്, പിന്നെ സത്ലജ് എന്നീ നദികൾ. സിന്ധുവിലെയും അതിന്റെ പോഷക നദികളുടെയും ജലത്തിന്റെ ഉപയോഗം സംബന്ധിച്ച് 1960 സെപ്റ്റംബർ 19 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒപ്പുവെച്ച കരാറാണ് സിന്ധു നദീജല കരാർ അഥവാ ഇൻഡസ് വാട്ടർ ട്രീറ്റി. ഈ കരാറിൽ ഒപ്പുവെച്ചത് അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ ജവഹർലാൽ നെഹ്റുവും പാകിസ്ഥാന്റെ പ്രസിഡന്റ് മുഹമ്മദ് അയൂബ് ഖാനുമാണ്. ഇൻഡസ് വാട്ടർ ട്രീറ്റിക്ക് മധ്യസ്ഥത വഹിച്ചത്, അതായത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഈ ഒരു ട്രീറ്റിക്ക് നെഗോഷിയേഷൻ നടത്തിയത് വേൾഡ് ബാങ്ക് അഥവാ ലോക ബാങ്കാണ്. ഈ കരാർ പ്രകാരം പടിഞ്ഞാറൻ നദികളായിട്ടുള്ള സിന്ധു, ഝലം, ചെനാബ് എന്നീ നദികളുടെ നിയന്ത്രണം പാകിസ്ഥാൻ ലഭിക്കുന്നുണ്ട്. കിഴക്കൻ നദികളായിട്ടുള്ള രവി, ബിയാസ്, സത്ലജ് എന്നീ നദികളുടെ നിയന്ത്രണം സമ്പൂർണ്ണമായി ഇന്ത്യക്കാണ് വരുന്നത്. അതായത് ഈ നദികൾ വഹിക്കുന്ന ആകെ ജലത്തിന്റെ 30% ഇന്ത്യക്കും 70% പാകിസ്ഥാനുമാണ് ലഭിക്കുന്നത്. അതായത് പാകിസ്ഥാനിലെ കോടികൾ വരുന്ന ജനങ്ങളുടെ കുടിവെള്ളം, കൃഷി, ജലസേചനം, വൈദ്യുതി ഉൽപ്പാദനം തുടങ്ങി അവരുടെ ജീവിതമാർഗത്തെ അഥവാ സമ്പദ് വ്യവസ്ഥയെ പിടിച്ചു നിർത്തുന്നത് സിന്ധു നദിയാണ്. ഈ കരാർ റദ്ദാക്കുന്നത് വഴി സിന്ധുവിനെയും അതിൻ്റെ പോഷക നദികളെയും ഇന്ത്യക്ക് നിയന്ത്രിക്കാനാകും. അതായത് പാകിസ്ഥാനിൽ ഇന്ത്യ വിചാരിച്ചാൽ ഒരു വലിയ വരൾച്ച ഉണ്ടാക്കാനോ വെള്ളപ്പൊക്കം ഉണ്ടാക്കാനോ സാധിക്കുമെന്ന് പറയാം. ഇതിൻ്റെ ഒരു ഉദാഹരണം നമ്മൾ ഈ അടുത്ത് വാർത്തയിൽ കണ്ടു. ഝലം നദിയിലെ ഉറി ഡാം ഇന്ത്യ അപ്രതീക്ഷിതമായി തുറക്കുകയും അത് പാക് അധിനിവേശ കശ്മീരിലെ പല പ്രദേശങ്ങളെ വെള്ളത്തിൽ മുക്കിയതും നമ്മൾ ഈ അടുത്താണ് കണ്ടത്. ഇനി നമുക്ക് ഷിംല അഥവാ സിംല കരാറിലേക്ക് വരാം. 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തെ പറ്റി നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അഥവാ ബംഗ്ലാദേശ് വിമോചന യുദ്ധം, ബംഗ്ലാദേശ് ലിബറേഷൻ വാർ, അതിൽ ഇന്ത്യയുടെ പങ്ക്, പാകിസ്ഥാനേറ്റ കനത്ത തിരിച്ചടി, വലിയൊരു ആഘാതമായിരുന്നു ആ യുദ്ധം. ഇതെല്ലാം മറ്റൊരു വീഡിയോയിൽ ഞാൻ കൃത്യമായി പറഞ്ഞിട്ടുള്ളതാണ്.
ഈ യുദ്ധത്തിന് ശേഷം 1972 ജൂലൈ 2 ഹിമാചൽ പ്രദേശിലെ ഷിംലയിൽ വെച്ച് ഇന്ത്യയും പാകിസ്ഥാനും ഒപ്പുവെച്ച സമാധാന ഉടമ്പടിയാണ് സിംല കരാർ അഥവാ ഷിംല കരാർ എന്നറിയപ്പെടുന്നത്. ഈ ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധിയും പാകിസ്ഥാൻ പ്രസിഡന്റായിരുന്ന സുൽഫിക്കർ അലി ഭൂട്ടോയുമാണ്. ഭാവിയിൽ വരാൻ സാധ്യതയുള്ള ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷങ്ങൾ ഒഴിവാക്കാനായി ശ്രമിക്കുക, ഇരു രാജ്യങ്ങളും തമ്മിലുള്ള കശ്മീർ ഉൾപ്പെടുന്ന പ്രശ്നങ്ങൾ ഉഭയകക്ഷി ചർച്ചകളിലൂടെ, അതായത് മറ്റുള്ള രാജ്യങ്ങളെ ഉൾപ്പെടുത്താതെ പരസ്പരം ചർച്ച ചെയ്ത് പരിഹരിക്കുക, 1971 തീരുമാനിക്കപ്പെട്ട ലൈൻ ഓഫ് കൺട്രോൾ അഥവാ ഇന്ത്യ പാകിസ്ഥാന്റെ ഇന്റർനാഷണൽ ബോർഡർ ആ അതിർത്തി മാനിക്കുക തുടങ്ങിയവയായിരുന്നു സിംല കരാറിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. 1972 ഈ സിംല കരാർ റദ്ദാക്കപ്പെട്ടതിലൂടെ ഭാവിയിൽ എന്തൊക്കെ സംഭവിക്കാം എന്ന് നമുക്ക് കാണാം. ഒന്ന്, കശ്മീർ എന്ന് പറയുന്ന പ്രശ്നം ഇനി മുതൽ ഒരു ബൈലാറ്ററൽ അല്ലെങ്കിൽ ഉഭയകക്ഷി ചർച്ചയിലൂടെ പരിഹരിക്കപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ്. കശ്മീർ വിഷയം ഐക്യരാഷ്ട്രസഭയിലേക്ക്, സംഘടനയിലേക്ക് അവതരിപ്പിക്കപ്പെട്ടേക്കാം. ഇല്ലെങ്കിൽ ചൈന, ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോപ്പറേഷൻ തുടങ്ങിയ പാകിസ്ഥാൻ അനുകൂല സംഘടനകൾ ഈ വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞേക്കാം, ഇടപെട്ടേക്കാം. ഓൾറെഡി ചൈന പാകിസ്ഥാൻ അനുകൂലമായി പറഞ്ഞ വിഷയങ്ങൾ നമ്മൾ വാർത്തയിൽ വായിച്ചിട്ടുണ്ട്. മറ്റൊരു കാര്യം, ലൈൻ ഓഫ് കൺട്രോൾ എന്ന അതിർത്തി ലംഘിക്കപ്പെടാനുള്ള സാധ്യതയും ഇനി വളരെ കൂടുതലാണ്. പാകിസ്ഥാൻ നേരിട്ടോ അല്ലെങ്കിൽ തീവ്രവാദ സംഘടനകൾ ഉപയോഗിച്ചോ ഈ ലൈൻ ഓഫ് കൺട്രോളിൽ, അതിർത്തിയിൽ, കശ്മീരിൽ കൂടുതൽ ആക്രമണങ്ങൾ ഭാവിയിൽ നടത്തിയേക്കാം. അങ്ങനെ സംഭവിച്ചാൽ അത് ജമ്മു ആൻഡ് കാശ്മീരിലെ വികസനത്തെ വീണ്ടും പിന്നോട്ട് വലിക്കും. മറ്റൊന്ന്, ഇന്ത്യയും പാകിസ്ഥാനും ആണവ ശക്തികളായതുകൊണ്ട് തന്നെ ഒരു വൻ യുദ്ധം നടന്നാൽ ഏഷ്യ ഭൂഖണ്ഡത്തെ തന്നെ അത് മൊത്തത്തിൽ ബാധിച്ചേക്കാം. പാകിസ്ഥാന് അവിടുത്തെ തീവ്രവാദ സംഘടനകൾക്ക് കൃത്യമായ തിരിച്ചടി കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. 150 കോടി ജനങ്ങൾ താമസിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ 4ാമത്തെ സാമ്പത്തിക ശക്തിയാകാൻ പോകുന്ന രാജ്യമാണ് ഇന്ത്യ. കഷ്ടി 25 കോടി ജനങ്ങൾ താമസിക്കുന്ന, ദൈനംദിനം പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഫെയിൽഡ് സ്റ്റേറ്റാണ് പാകിസ്ഥാൻ. ഇന്ത്യയും പാകിസ്ഥാനും ഒരിക്കലും ഒരുപോലെയല്ല, അത് ഒരുപോലെയാകാൻ സാധിക്കില്ല. കഴിഞ്ഞ 75 വർഷങ്ങളിൽ ഇന്ത്യ നേടിയെടുത്ത നേട്ടങ്ങൾ അത് നേടാനോ അതിനെ സ്വപ്നം കാണാനോ അടുത്ത 100 വർഷത്തിൽ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിന് സാധിക്കില്ല. എന്നാൽ ഇതിനർത്ഥം ഇന്ത്യ മിണ്ടാതിരിക്കണമെന്നല്ല. അവധിക്കാലം ആഘോഷിക്കാൻ പോയ ഒരു കൂട്ടം സാധാരണക്കാരെ കൊന്നൊടുക്കിയ ഈ നരാധമന്മാരെ ഇല്ലായ്മ ചെയ്യുക തന്നെ വേണം. പാകിസ്ഥാനിൽ കയറി പാകിസ്ഥാനൊരു തിരിച്ചടി കൊടുക്കണം. ആ തിരിച്ചടി അവർക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കരുത്. ഇനി ഒരിക്കലും ഇന്ത്യയിലേക്ക് തീവ്രവാദം കയറ്റുമതി ചെയ്യാനുള്ള ധൈര്യം പാകിസ്ഥാൻ ഉണ്ടാകരുത്. എന്നാൽ പകരത്തിന് പകരം ചോദിക്കുമ്പോഴും നമ്മൾ നമ്മുടെ അതിർത്തിയെ ശക്തിപ്പെടുത്താനായിട്ട് ശ്രമിക്കണം. നമുക്കറിയാം, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഏകദേശം 3300ഓളം കിലോമീറ്റർ അതിർത്തി പങ്കിടുന്നുണ്ട്. ഇതിൽ 1000-ൽ പരം കിലോമീറ്റർ വരുന്നത് ജമ്മു ആൻഡ് കാശ്മീരിൽ മാത്രമാണ്. അപ്പോൾ മോഡേൺ വാർഫെയർ ടെക്നോളജീസ്, അതായത് ഡ്രോൺ, ആൻറ്റി ഡ്രോൺ ടെക്നോളജി, സാറ്റലൈറ്റ് സർവൈലൻസ് തുടങ്ങിയ ടെക്നോളജീസ് കൃത്യമായി ഉപയോഗിച്ചാൽ മാത്രമേ ഭാവിയിൽ വരാൻ ചാൻസ് ഉള്ള പാകിസ്ഥാൻ്റെ അറ്റാക്ക് അല്ലെങ്കിൽ അവരുടെ പ്രോക്സികളായിട്ടുള്ള തീവ്രവാദികളുടെ അറ്റാക്ക് നമുക്ക് തടയാൻ സാധിക്കൂ. ഇതുവഴി മാത്രമേ നമുക്ക് നമ്മുടെ സൈന്യത്തിനും നമ്മുടെ സാധാരണ ജനങ്ങൾക്കും അവരുടെ ജീവന് സംരക്ഷണം നൽകാൻ സാധിക്കൂ. മറ്റൊന്ന്, ഇന്ത്യയിലെ മതതീവ്രവാദത്തെ നിശിതമായി വിമർശിക്കാൻ ഞാനും നിങ്ങളും അടങ്ങുന്ന സാധാരണക്കാരും രാഷ്ട്രീയക്കാരും മതനേതാക്കളും തയ്യാറാകണം. അത് ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണെന്നുള്ള കൃത്യമായ ബോധം നമ്മളെല്ലാവർക്കും വേണം. വർഗീയ ധ്രുവീകരണവും അല്ലെങ്കിൽ വർഗീയ ലഹളകളും നമുക്കോ നമ്മുടെ ഭാവി തലമുറയ്ക്കോ നല്ലതല്ല എന്നുള്ള വ്യക്തമായ ധാരണ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ. ഒരു വ്യക്തിയെ സ്നേഹിക്കാനോ വെറുക്കാനോ ഉള്ള ഏക മാനദണ്ഡം ആ വ്യക്തിയുടെ മതം ആകാതിരിക്കട്ടെ. ജയ് ഹിന്ദ്.